പ്രഭാമയുടെ കുടുംബത്തെ പരിചയപ്പെടാം. പ്രഭാമയുടെ അമ്മാവിൻ്റെ മക്കളാണ് സൂര്യവർമ്മ, സരസ്വതിയമ്മ. സൂര്യവർമ്മ ഭാര്യ യശോദാമ്മ, മക്കൾ ലക്ഷ്മണവർമ്മ, ലക്ഷ്മി. ലക്ഷ്മണവർമ്മയാണ് മൂത്ത മകൻ. ഭാര്യ രാധിക, മക്കൾ ഗിരീഷ് വർമ്മ, ഗംഗ, ഗായത്രി. ലക്ഷ്മിയുടെ ഭർത്താവ് ജിതേന്ദ്രവർമ്മ, മകൻ ആദിത്യവർമ്മ. സരസ്വതിയമ്മ ഭർത്താവ് രവിവർമ്മ, മക്കൾ ധന്യ, ജിതേന്ദ്രവർമ്മ, ഭാനുപ്രിയ. ജിതേന്ദ്രവർമ്മ ഭാര്യ ലക്ഷ്മി, മകൻ ആദിത്യവർമ്മ. ധന്യ ഭർത്താവ് രാഘവവർമ്മ, മക്കൾ ദുർഗ, ദർശന. ഭാനുപ്രിയ ഭർത്താവ് ശിവവർമ്മ, മകൾ മാളവിക. കഥയിലോട്ട് വരാം. പ്രഭാമ അവരെയെല്ലാം നല്ല രീതിയിൽ സൽക്കരിച്ചു. എന്നാൽ പ്രഭ പറഞ്ഞതുപോലെ എൻ്റെ കൊച്ചുമക്കളിൽ ആദ്യ കല്യാണമാണ്. 2 ആഴ്ച മുന്നേ വരണം. നിന്നെ കാണാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഈ കല്യാണം ഒരു കുടുംബസംഗമം ആയിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാ കെട്ടുബന്ധത്തിലും ഉറ്റ കുടുംബങ്ങളിലും ഞങ്ങൾ തന്നെ ഇറങ്ങി ക്ഷണിക്കുകയാണ്. തൊട്ടടുത്ത കുടുംബത്തെ പോലും അറിയില്ല ഇന്നത്തെ കുട്ടികൾക്ക്. അനന്ത, നീയും കുടുംബവും വരണം. അമ്മയെ ഒറ്റയ്ക്കല്ലാട്ടോ ക്ഷണിച്ചത്. ഈ കല്യാണം നമ്മുടെ കുടുംബ ബന്ധം ഒന്നുകൂടി ദൃഢമാക്കാൻ കൂടിയുള്ളതാണ്. എല്ലാവരും കൂടി ഒന്നിച്ച് താമസിച്ച് കല്യാണം ആഘോഷിക്കണം. സൂര്യവർമ്മ അനന്തനെ ചേർത്ത് പിടിച്ച് പറയുകയാണ്. നിന്റെ മക്കളൊക്കെ എവിടെ? എനിക്ക് ഒരാളെ ഉള്ളൂ അമ്മാവ. അവൾ പഠിത്തം കഴിഞ്ഞ് വർക്ക് ചെയ്യുക ഓഫീസിൽ പോയതാണ്. സൂര്യേട്ടാ, ഏതായാലും ഇത്രയും ദൂരം വന്നതല്ലേ, ഇന്നിവിടെ തങ്ങി നാളെ പോകാം. അയ്യോ, അതൊന്നും ഒക്കില്ല പ്രഭ. മരുന്നും മന്ത്രവുമായി നടക്കുന്നവരാണ് ഞങ്ങൾ, അല്ലേ രവി? അളിയൻ രവിയെ കൂട്ടുപിടിച്ചു സൂര്യവർമ്മ. അതെ ചേച്ചി, ഇനിയും വരാമല്ലോ. അവർ യാത്ര പറഞ്ഞിറങ്ങി. പ്രഭാമ വളരെ സന്തോഷത്തിലാണ്. അനന്ത, എല്ലാ തിരക്കും മാറ്റി വെക്കണം കേട്ടോ. 2 ആഴ്ച എങ്കിലും, അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ ഒരാഴ്ച മുന്നെങ്കിലും നമുക്ക് പോകണം കേട്ടോ. നന്ദുട്ടിക്ക് ഉടുക്കാനുള്ളതെല്ലാം പുതിയത് തന്നെ എടുക്കണം. അനി, നിനക്കും എല്ലാം നല്ലത് തന്നെ വാങ്ങിക്ക്. ഒന്നിനൊരു കുറവും വരുത്തരുത്. ഇനി 10-20 ദിവസമേ അല്ലേ ഉള്ളൂ അനന്ത. എന്താ അപ്പോൾ അമ്മ, ഇത് കല്യാണം ചെറുപ്പളശ്ശേരിയല്ലേ, ഇവിടെ എന്തിൻ്റെ കുറവാ വരുത്തുക? നീ പോടാ അവിടുന്ന്. നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എത്ര വർഷത്തിന് ശേഷമാണ് അവരെയൊക്കെ ഞാൻ കാണുന്നത്. സരസ്വതിയെ എന്നേ കണ്ടതാ. എല്ലാവരെയും കാണണം. നന്ദുട്ടിയോട് ലീവ് എടുക്കാൻ പറയണം. നിനക്ക് മടിയാണെങ്കിൽ കല്യാണം അടുപ്പിച്ച് വാ. ഞാനും എൻ്റെ മോളും 7-8 ദിവസം മുന്നേ പോകും. പ്രഭാമ എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ച മട്ടാണ്. അതിന് അമ്മ എന്തിനാ ഇങ്ങനെ പറയുന്നത്? എനിക്കും സന്തോഷമുള്ള കാര്യമല്ലേ. ഞാനും കുട്ടിക്കാലത്ത് പോയിരുന്നതല്ലേ അവിടെയല്ല. നമുക്ക് പോകാം അമ്മ. ഞാൻ മുടക്കം പറയുമെന്ന് കരുതിയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല അമ്മ. അനന്തൻ അമ്മയെ ചേർത്ത് പിടിച്ചു. പ്രഭാമ കണ്ണട ഊരി കണ്ണുനീർ തുടച്ചു മാറ്റി. അമ്മയുടെയും മകൻ്റെയും സന്തോഷപ്രകടനം കണ്ട് അനി തൊട്ടപ്പുറത്ത് തന്നെ ഒരു പുഞ്ചിരിയോടെയുണ്ട്. ഗൗരിയും ആദിയും പ്ലോട്ട് നോക്കാൻ ഇറങ്ങിയതാണ്. നേരത്തെ ഗൗരി വീട്ടിൽ നിന്നും ഇറങ്ങി. 9:30 കഷ്ടിച്ച് ഓഫീസിലെത്തിയിരുന്ന ഗൗരി കലിപ്പൻ സാറിൻ്റെ മുഖം ഓർത്ത് ഇന്നലെ ഉറക്കം തന്നെ ഉണ്ടായിരുന്നില്ല. 7 മണിക്ക് ഇറങ്ങാനാണ് അവർ ഉദ്ദേശിച്ചത്. ഗൗരി രാത്രി കിടക്കാൻ നേരം അലാറം വെച്ചതിന് പുറമെ അച്ചമ്മയെയും അമ്മയെയും അച്ഛനെയും ഏൽപ്പിച്ചിരുന്നു 6 തന്നെ ഉണർത്താൻ. ഗൗരിയെ ഉന്തിത്തള്ളി കുളിപ്പിച്ച് പറഞ്ഞു വിട്ടത് അച്ചമ്മ തന്നെ. 6:55 ആയതും അനന്തൻ ബൈക്കിൽ ജംഗ്ഷനിൽ കൊണ്ടുവിട്ടു. ആദിയുടെ കാർ വെയിറ്റ് ചെയ്ത് അവിടെ ഉണ്ടായിരുന്നു. അനന്തനെ കണ്ടതും ആദി വേഗം കാറിൽ നിന്നും ഇറങ്ങി അയാൾക്ക് കൈ കൊടുത്തു. സോറി അങ്കിൾ, വെയിലാകുന്നതിന് മുന്നേ പ്ലോട്ട് കാണാം എന്ന് കരുതിയ 7-ന് തന്നെ ഇറങ്ങിയത്. ഗൗരിയുടെ ചടഞ്ഞു തൂങ്ങിയ നൃത്തം കണ്ട് ആദി അനന്തനോടായി പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ലടോ. അങ്ങനെയെങ്കിലും എൻ്റെ മോള് രാവിലെ 7 മണി ഒന്ന് കാണട്ടെ. പരീക്ഷാ സമയത്ത് പോലും എൻ്റെ പൊന്നുമോള് ക്ലാസ്സിന് പോകുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേ എഴുന്നേൽക്കൂ. അനന്തൻ ഗൗരിയെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതെ, അച്ഛൻ്റെ സംസാരം കഴിഞ്ഞെങ്കിൽ എനിക്ക് ആ കാറിൽ കയറി ഉറങ്ങാമായിരുന്നു. ഗൗരി ചുണ്ടുകോട്ടി അനന്തനെ നോക്കി പറഞ്ഞു തിരിഞ്ഞു നിന്നു. അച്ഛൻ്റെ കുഞ്ഞു പിണങ്ങല്ലേ, എല്ലാം ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണ്ടേ? അയാൾ അവളുടെ നെറുകയിലൊന്ന് മുത്തി. പോയി വാ. ഇവിടെ നിന്നും 2-2.5 മണിക്കൂർ ഉണ്ട് അല്ലേ ദൂരം? അതെ അങ്കിൾ, അവർ ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. ഓക്കെ. ഇരുവരും കൈ കൊടുത്തു. ഗൗരി വേഗം കോ ഡ്രൈവർ സീറ്റിലേക്ക് ഇരുന്ന് സീറ്റ് ബെൽറ്റ് ഇട്ടു. അനന്തനെ നോക്കി ടാറ്റ കാണിച്ചു. നേരെ ഇരുന്ന് കണ്ണടച്ചു. ആദ്യ കാർ സ്റ്റാർട്ട് ചെയ്ത് റോട്ടിലേക്ക് ഇറക്കി ഓടിച്ചു വിട്ടു. ഉറങ്ങാൻ കച്ചകെട്ടിയിരുന്ന ഗൗരിക്ക് ഉറക്കം ശരിയാവാത്ത പോലെ ഞെരിപിരി കൊള്ളുകയാണ്.
താൻ എന്താ സീറ്റിൽ ഇറുപ്പിറക്കാതെ ഞെരിപിരി കൊള്ളുന്നേ? സഹികെട്ട് ആദി ചോദിച്ചു പോയി. സാർ, ഈ സീറ്റൊന്ന് നിവർത്തി തരുമോ? 2-2.5 മണിക്കൂറില്ലേ യാത്ര? എനിക്കെൻ്റെ ഉറക്കം തീർക്കാമായിരുന്നു, ഗൗരി ഒരു ഇളിയോടെ പറഞ്ഞു. ആദ്യം ഒന്ന് മൂളി കാർ സൈഡിലേക്ക് നിർത്തി അവളുടെ സീറ്റിലേക്ക് തിരിഞ്ഞിരുന്ന് സീറ്റ് റെഡിയാക്കി. അവളുടെ അടുത്തേക്ക് വന്ന സമയം അവളിൽ നിന്നും വന്ന ഗന്ധം അവനെ വല്ലാതെയാക്കി. അവളിലെ എന്തിനേയും തനിക്ക് വല്ലാത്ത ആകർഷണം ഉള്ളതുപോലെ അവന് തോന്നി തുടങ്ങിയിരുന്നു. അവളെയൊന്നും ഒരു നോക്കെങ്കിലും കാണാൻ തോന്നും. അവളുടെ ഫോട്ടോ വീണ്ടും വീണ്ടും നോക്കാൻ തോന്നും. അവൾ ഇഷ്ടപ്പെട്ട സംസാരം വീണ്ടും വീണ്ടും ഓർക്കാൻ തോന്നും. എന്താണ് തനിക്ക് പറ്റിയതെന്ന് അവൻ അറിയുന്നില്ല. പക്ഷേ തൻ്റെ ഓരോ ദിവസത്തെ ജീവിതയാത്രയിൽ എത്ര പേരെ കാണുന്നുണ്ട്. എന്നാലും ഗൗരിയെക്കുറിച്ച് ചിന്തിക്കാത്ത ദിവസം അവൻ്റെ ദിവസങ്ങളിൽ ഇല്ലാതെ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റാഫിൻ്റെയും ഫോൺ നമ്പർ പേഴ്സണൽ ഫോണിൽ സൂക്ഷിച്ചു വെക്കാത്ത ആദി ഗൗരിയുടെ നമ്പർ സേവ് ചെയ്ത് വെച്ചതും അവളുടെ ഇൻസ്റ്റാ അക്കൗണ്ട് കണ്ടുപിടിച്ചതും. ഗൗരി കാലും സീറ്റിലേക്ക് കയറ്റി വെച്ച് ചുരുണ്ടുകൂടി കിടന്നു. ആദി അവളുടെ ബാഗ് മെല്ലെയെടുത്ത് ബാക്ക് സീറ്റിലേക്ക് വെച്ചു. AC ഒന്നുകൂടെ റെഡിയാക്കി വെച്ച് കാർ മുന്നോട്ടെടുത്തു. പ്ലോട്ട് ഒരു കുന്ന് കയറി അതിൻ്റെ മുകളിലാണ്. ഏക്കറോളം വരുന്ന വലിയ പ്ലോട്ട്. ആദ്യം അവിടെ കാർ നിർത്തി. നന്നായി ഉറങ്ങിപ്പോയ ഗൗരിയെ എങ്ങനെ വിളിച്ചുണർത്തും എന്ന ചിന്തയിലായി ആദി. അവളെ തന്നെ നോക്കിയിരുന്നു. ചെറിയ ചുവന്ന ചുണ്ടും നിറഞ്ഞ പീലിയുള്ള കണ്ണുകൾ. ഒരു കുഞ്ഞിനെ പോലെ നിഷ്കളങ്കമായി ഉറങ്ങുന്നവളെ അവൻ നോക്കിയിരുന്നു പോയി. ആദിയുടെ കാർ വന്നത് കണ്ടുകൊണ്ടാണ് സുകുമാരനും കാര്യസ്ഥനും അങ്ങോട്ട് വന്നത്. ആദി കാർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. സുകുമാരൻ ഉറങ്ങിക്കിടക്കുന്ന ഗൗരിയെ ഒന്ന് നോക്കി. നേരത്തെ പോന്നതാണ് ഞങ്ങൾ. വെയിലാകുമ്പോഴേക്കും കണ്ടു മടങ്ങാമെന്ന് കരുതി. നല്ല ഉറക്കത്തിലാണല്ലോ സാർ. കുഞ്ഞിനെ എങ്ങനെ ഉണർത്തും? കാര്യസ്ഥനാണ്. ആദിക്കും അറിയില്ല എന്താ ചെയ്യുക എന്ന്. ഇനി ഉണർത്തിയാൽ വല്ലതും വിളിച്ചു പോവോ? അവൻ അതും ശങ്കയുണ്ട്. എടി സീതെ, ഒന്ന് ഒഴുങ്ങുവാ. കാര്യസ്ഥൻ അയാളുടെ ഭാര്യ സീതയെ വിളിച്ചു. അവർ ചെയ്തുകൊണ്ടിരുന്ന പണി നിർത്തി വന്നു. നീ കുട്ടിയെ ഒന്ന് വിളിച്ചേ, യാത്രാക്ഷീണം കാരണം ഉറങ്ങിപ്പോയതാ. ആദി കോർ ഡ്രൈവർ സീറ്റിലെ ഡോർ തുറന്നു കൊടുത്തു. കുഞ്ഞ്, സീത അവളെ തട്ടി വിളിച്ചു. 2-3 വിളിക്കാണ് ഗൗരി അനങ്ങിയത് തന്നെ. അച്ഛമ്മ, ഒരു 5 മിനിറ്റ് കൂടി, അവൾ പറഞ്ഞുകൊണ്ട് ഞെട്ടി എഴുന്നേറ്റു. ഇപ്പോഴാണ് ആൾക്ക് ബോധം വന്നത് കാറിലാണെന്ന്. വെപ്രാളത്തിനിടയിൽ സീറ്റ് ബെൽറ്റ് അഴിക്കാനൊന്നും അവൾക്ക് പറ്റുന്നില്ല. ഒന്നാകെ കുഴഞ്ഞു മറിഞ്ഞതുപോലെ. ഗൗരി ചമ്മലോടെ കൂടി നിന്ന എല്ലാവരെയും ഒന്ന് നോക്കി. നിങ്ങൾ നടന്നോളൂ, ഞങ്ങൾ വരാം. ആദിക്കും വല്ലാതെ തോന്നി. സുകുമാരനും കൂട്ടരും അവിടെ നിന്നും പോയി. താൻ വെപ്രാളപ്പെടാതെ ഒതുങ്ങിയിരിക്കെ, ഞാൻ ബെൽറ്റ് അഴിക്കട്ടെ. ഗൗരി അങ്ങനെ കുഞ്ഞിക്കൂടിയിരുന്നു. ആദി കോ ഡ്രൈവർ സീറ്റിലൂടെ ഉള്ളിലേക്ക് വലിഞ്ഞ് ബെൽറ്റ് അഴിക്കാനായി വന്നു. അവൻ്റെ മുഖം അവളുടെ നെഞ്ചിൻ്റെ അടുത്തേക്ക് എത്തിയിരുന്നു. നിവർന്നു കിടക്കുന്ന സീറ്റിനെ അവൻ ആദ്യം ലെവലിലേക്കാക്കി. സീറ്റ് ബെൽറ്റ് അഴിച്ചെടുത്തു. ആദ്യം നന്നായി കഷ്ടപ്പെട്ടു പോയി തൻ്റെ ഉള്ളിലെ തന്ത്രപ്പാട് പുറത്ത് കാണിക്കാതെ സീറ്റ് ബെൽറ്റ് അഴിച്ചെടുക്കാൻ. ഹാവ്, രക്ഷപ്പെട്ടു, ഞാൻ ഇതിൽ കുടുങ്ങി ചത്തുപോയേനെ. എന്നാൽ ഗൗരിക്ക് ആ വക ശ്രദ്ധയേ ഇല്ല. അവൾ വേഗം കാറിൽ നിന്നിറങ്ങി. പെട്ടെന്ന് എത്തിയല്ലേ സാർ? ഗൗരി ഡ്രസ്സെല്ലാം ശരിയാക്കി ആദിയെ നോക്കി ചോദിച്ചു. അവൻ മൂളിക്കൊണ്ട് തല നന്നായി ഇളക്കി കാണിച്ചു. ഇവിടെ അടുത്ത് വീടൊന്നും ഇല്ലല്ലോ സാർ. എനിക്കൊന്ന് വാഷ്റൂമിൽ പോകാമായിരുന്നു. വാ, ഞാൻ ചോദിക്കട്ടെ. ഇന്നാ ഇത് വെച്ച് മുഖം ഒന്ന് കഴുകു. അവനൊരു ബോട്ടിൽ അവൾക്ക് നൽകി. അയ്യോ, ഇങ്ങനെ കഴുകാനൊക്കില്ല, എൻ്റെ പൗഡർ പോകും. ഓ, ഇനി തനിക്ക് പൗഡറിൻ്റെ കുറവേ ഉള്ളൂ ഈ മുഖത്ത്, അവൻ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. ആദിയുടെ സംസാരം കേട്ടതും ഗൗരിയുടെ ചുണ്ടൊന്നു കൂർത്തു. വാ മാഡം, കുറച്ചപ്പുറം കുളമുണ്ട്, അവിടെ പോകാം. സീത അവളെയും കൊണ്ട് പോകാൻ നിന്നതും വേണ്ട, തനിച്ചു പോകണ്ട, ഞാനും വരാം. ആദി വേഗം പറഞ്ഞുകൊണ്ട് അവർക്ക് അടുത്തേക്ക് വന്നു. സീത കാര്യസ്ഥനെ ഒന്ന് നോക്കി. അത് സാർ, ഇവിടെ വെച്ചു കെട്ടിയ കക്കൂസേ ഉള്ളൂ, ജോലിക്കാർക്കായിട്ട്. സീത കുഞ്ഞിനെ ശ്രദ്ധിച്ചു കൊണ്ടുപോയിക്കോളൂ, കാര്യസ്ഥൻ ആദിയെ നോക്കി പറഞ്ഞു. ഗൗരി നന്ദ, തനിക്ക് നീന്തൽ അറിയോ? ആദി ഗൗരിയുടെ അടുത്തേക്ക് വന്നു. അവൾ സീതയെയും കാര്യസ്ഥനെയും ഒന്ന് നോക്കി. കൈ വേഗം കുർത്തിയുടെ പോക്കറ്റിലേക്കിട്ടു. തല നന്നായി ഇളക്കി കാണിച്ചു. കാവും പാടവും കുളവും ഉള്ളതിടത്ത് വളർന്നതല്ലേ, അറിയുമായിരിക്കും. അവനും ചിന്തിച്ചു. ഗൗരിയുടെ കൈ ഞെരിപിരി കൊള്ളുന്നുണ്ട് വായിലേക്ക് വെക്കാൻ. അവൾക്ക് നുണ പറയണോ സത്യം പറയണോ എന്ന് ചിന്തിക്കാൻ. പക്ഷേ ചുറ്റും തന്നെ നോക്കുന്നവരുടെ മുന്നിൽ നീന്താൻ അറിയില്ല എന്ന് പറയാൻ കുട്ടിക്ക് സാധിക്കുന്നില്ല. കരക്ക് നിന്ന് കൈയും മുഖവും കഴുകിയാൽ മതി, ആദി ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ്റെ ജോലിയിലേക്ക് മുഴുകി.